കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് 2-3 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് പൂ വന്ന് കായായിരുന്നു. ഇന്ന് ആ കാ വിൽക്കാൻ വേണ്ടി പോവുക നമ്മൾ. പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ കാ വളരെ ചെറുതാണ്. എന്തായാലും ചെറുതായാലും ഞങ്ങൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. വേണ്ട കാ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഇതാണ് സംഭവം. എന്തുവാ നിനക്ക് വേണം? നിനക്കാണോ വേണ്ട? നീ പിച്ചണോ? നീ ഒന്ന് പിച്ചെങ്കി. ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. അയ്യോ കാ അതിനകത്ത് അങ്ങനെയല്ല. അയ്യോ പകുതി കാ അതിനകത്താക്കി വെച്ച് കട്ട് ചെയ്ത് അത് തിരിച്ചെടുക്കേണ്ടത്. തിരികെയായിരുന്നു എടുക്കേണ്ടത്. ഇതിപ്പോ അത് കാ കട്ട് ചെയ്തിട്ട് പകുതി അതിനകത്തായി പോയി. തൊലിയാടാ. അപ്പൊ ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ട്. ചുമപ്പാണ് കേട്ടാ. എടുത്ത് നോക്കട്ടെ. വേണ്ട ഇത് വളരെ ചെറുതാ. നമ്മൾ വലിയ വളമൊന്നും ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും ആള് ഇത്ര ചെറുതായി പോയത്. ഇതിനിപ്പം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഇതിപ്പം തന്നെ കട്ട് ചെയ്ത് ജാക്കി ഞെരുവിരി ഉണ്ടപ്പോൾ ഞാനൊരു വോയിസ് ഇട്ടപ്പോഴത്തേക്ക് ജാക്കി ഞെട്ടിപ്പോയി. വൈറ്റമ്മ എങ്ങനെ താഴെ ആക്കി കേട്ടോ. വൈറ്റമ്മയുടെ ഹെയ്റ്റ് പീരീഡ് എല്ലാം കഴിഞ്ഞു. വൈറ്റമ്മ ഇപ്പം താഴെയാണ്. വൈറ്റിയുടെ ഇപ്പോഴത്തെ മെയിൻ ഹോബി ജാക്കിനെ ചുമ്മാ വാരിയിട്ട് കടിക്കുക, അവനെ വിരട്ടുക, അവനെ ഭരിക്കുക. ഇതാണ് ഇപ്പം വൈറ്റിയുടെ ഹോബി അല്ലേ? അല്ലേ വൈറ്റമ്മ? റാണിക്കൊച്ചതോ അതിൻ്റെ അടിയിലാണ്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് തന്നെ ഞങ്ങൾ അതിനകത്തുനിന്ന് പിച്ചി. അയ്യോ അതങ്ങനെയല്ല ചെത്തുന്നത്. അതിൻ്റെ തൊലി അങ്ങ് പിരിച്ച് ഉരിഞ്ഞെടുത്താൽ മതി. അല്ല തൊലി അങ്ങ് ഉരിഞ്ഞെടുത്താൽ മതി. ചെത്തി കഴിയുമ്പോൾ പകുതി മാംസം പോവും. ഇവർക്ക് ഉച്ചിരിച്ച കൊടുത്തു പോകാം. തിന്നുന്നോന്ന് അറിയത്തില്ല, കൊടുത്തു പോകാം. ആണ്ട ഇതാണ് സംഭവം. അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാ. നല്ല പഴുത്ത് നല്ല പഴമായിട്ട് തന്നെ നമുക്ക് കിട്ടി. എന്തായാലും വവ്വാലും കിളിയൊന്നും കൊണ്ടുപോയില്ല. അത് ഭാഗ്യം. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് അന്നം കഴിച്ചും തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് മറന്നിരുന്നേത് ഇങ്ങനെ സംഭവം അതിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ യാദൃശ്ചികമായിട്ട് നോക്കിയപ്പോൾ അത് പഴുത്തിരിക്കുന്നു. എന്നിട്ട് എനിക്കിവിടുത്താ ഒരു ശകലം എന്താ ഇവർക്ക് കൊടുത്തു നോക്കിയാൽ കഴിക്കുന്നതെന്ന് അറിയാല്ലേ. നിമ്മ തിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തിന്നെ. അവർക്ക് വേണ്ട. അവർ തിന്നു ആക്കി എന്നേടാ ഡ്രാഗൺ ഫ്രൂട്ട്. അവർക്കൊന്നും വേണ്ട. അവർക്കെല്ലാം മീനും ഇറച്ചിയൊക്കെ മതി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. പേരക്കയുടെ അത്രേ ഉള്ളൂ. പക്ഷെ സംഭവം നല്ലതാട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പം തെറ്റായിരിക്കാം, അറിയില്ല. നമുക്കിവിടെ ഒരു ടീച്ചറുണ്ട്. ടീച്ചർ ഇതിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയൊക്കെ നടത്തുന്നത്. അപ്പം ടീച്ചറെ നമ്മൾ സ്ഥിരമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കുമായിരുന്നു. ഡെയിലി മേടിച്ചിട്ട് രാവിലെ വെറും വയറ്റിലൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 മാസം ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കുടിക്കുമായിരുന്നു. ആരോഗ്യത്തിന് നല്ലതല്ലേ എന്ന് കരുതി സംഭവം മേടിച്ച് കുടിച്ചതാണ്. അത് കുടിച്ചതിന് ശേഷം ഞങ്ങളുടെ 2പേരുടെയും വെയിറ്റ് കുറയാൻ തുടങ്ങി. എനിക്കേതാണ്ട് ഒരു 10 കിലോളം വെയിറ്റ് അങ്ങ് കുറഞ്ഞ്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഇനി വല്ല ഷുഗറൊക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം അതല്ല. പിന്നെയാണ് പിടി കിട്ടിയത്. ഇങ്ങനെ ഒരു സംഭവം ഒരു 4-5 മാസം കണ്ടിന്യൂസ് രാവിലെ കുടിക്കുമായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് കുടിച്ചിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. മീൻസ് കംപ്ലീറ്റ് ഈ ഫാറ്റ് ഒക്കെ കൊഴുപ്പുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയി. അതുകൊണ്ട് ഒരു 10 കിലോളം എനിക്ക് വെയിറ്റ് കുറഞ്ഞു. അണ്ണനും അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞു. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ അത് തെറ്റുമായിരിക്കും. നീ കഴിക്കൂലല്ലോ പിന്നെന്തുവാ പോടാ. സംഭവം നല്ല മധുരം കേട്ടോ. ചുവപ്പാണെങ്കിലും സാധാരണ ചുവപ്പിന് ഇത്രയും മധുരം വരുന്നത്. ഇതിന് മധുരമുണ്ട്. ആ ഡ്രാഗൺ ഫ്രൂട്ട് കയ്യിലെടുത്തതിൻ്റെ കളർ കണ്ടോ. കയ്യിൽ വരെ നല്ല ചുവപ്പ് കളറായി. അത്രയും നല്ല കളറാണ് അതിൻ്റെ. ബാക്കി പോകാൻ ആരൊക്കെ വരുന്നു? അയ്യോ നിങ്ങളെ ബാക്കി കൊണ്ടുപോകത്തില്ല. വയറ്റി മാത്രം വാ. ചെറുക്കന്മാർ ഇവിടെ നിന്നാ മതി. വയറ്റി വരുന്നെങ്കിൽ വാ. വരുന്നില്ലേ? ഞങ്ങൾ ബാക്കി പോവാ. അവൾ വരുന്നില്ല. അവന്മാരോട് അവിടെ നിൽക്കുക. ചാക്കി ഇഞ്ഞ് പോരാ. ചാക്കി അവിടെ അലൗഡല്ല. ഇഞ്ഞ് വാ. വഴുതനയൊക്കെ കൊണ്ടുവന്ന് കുറേ നട്ടില്ലായിരുന്നു. വഴുതന, തക്കാളി, പച്ചമുളക് അത് കുറേയൊക്കെ ചീത്തയായി പോയായിരുന്നു. അപ്പോൾ ആ ഗ്രോ ബാഗുകളിൽ ഞങ്ങളിപ്പം പയർ നട്ട്. പയർ താണ്ട നട്ടപ്പോഴത്തേക്ക് ചെടിച്ചട്ടിയിലും പയർ നട്ടപ്പോഴത്തേക്ക് അതൊക്കെ വളർന്നു. അങ്ങനെ ഓരോരോ കൃഷികൾ ചെറുതായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി എന്ന് വെച്ചാൽ ഭയങ്കര സംഭവത്തിലൊന്നുമല്ല, ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ രാവിലെ ഇത്തിരി ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
5-5 കൊല്ലമായിട്ട് നമ്മൾ ഈ കൃഷി ചെയ്യുന്നതാണ്. ജാക്കീനെ അകത്തേറ്റാൻ പറ്റൂല, ഇവിടെ പെൺപിള്ളേരുണ്ട് കേട്ടാ. നിന്നെ കയറ്റാൻ പറ്റൂല, അവിടെ നിന്നാ മതി. ഇതൊക്കെ ആരായി നിൽക്കുന്നേ? കിണുങ്ങി പെണ്ണുങ്ങളാ എല്ലാരും ഉണ്ടല്ലോ. അവനെ വെളിയിൽ ഇറക്കിയില്ലേ? മതിലാടുന്നവനാ? താറാക്കൂട്ടും എല്ലാരും ഉണ്ട്. ചക്കിയേ, ജാനുബാ, തുമ്പി എവിടെ? തുമ്പി തുമ്പി ഇനി ഞങ്ങള് ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ചുകൂടെ വിപുലമായിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ ടീച്ചറുടെ നമ്മൾ കുറച്ച് തൈയൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അത് നടാനുള്ള തയ്യാറെടുപ്പില്ല. കുറേശ്ശെ ഓരോരോ സ്റ്റെപ്പായിട്ടേ ചെയ്യാൻ പറ്റൂ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുക എന്ന് പറഞ്ഞാൽ സംഭവം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ വല്ലപ്പോഴും ഇച്ചിരി വളമൊക്കെ കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നടുന്നത് വരെ ഇച്ചിരി പൈസ ചിലവൊക്കെ ഉണ്ട് സംഭവം. അതിന് പോസ്റ്റ് റെഡിയാകണം. തൈക്ക് തന്നെ ഒരു തൈക്ക് ഏതാണ്ട് തൈയല്ല, ഒരു കമ്പായിട്ട് നമ്മൾ വെട്ടി മേടിക്കുകയെന്നുണ്ടെങ്കിൽ 100 രൂപ കണ്ട് കമ്പിന് വിലയുണ്ട്. പോസ്റ്റിന് തന്നെ ഒരു പോസ്റ്റിന് തന്നെ 700 രൂപ വിലയുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അത് പോസ്റ്റ് എല്ലായിടൊന്നും കിട്ടത്തുമില്ല. അത് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലേ കാണത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ആ 3 പോസ്റ്റ് ഞങ്ങൾ മേടിച്ചത്. ഏതാണ്ടൊരു 12 മൂട് തൈ ഞങ്ങളതിൽ ഇരിക്കുന്നു നടാനായിട്ട്. അപ്പോൾ ഒരു മൂട്ടിൽ 4 എണ്ണം വെച്ചിട്ട് 3 മൂട്ടിലും കൂടെ 12 മൂട് നടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച പോസ്റ്റ്. പിന്നെ ഇതിൻ്റെ ചുറ്റാകെയായിട്ട് 4 തൈ നമ്മൾ നട്ടു കൊടുക്കും. പിന്നെ ഇത് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഈ ഹോളിൽ കൂടെ ഇതെല്ലാ സൈഡിലും ഉണ്ട്. കമ്പി അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മണ്ടേ കൂടെ ടയർ ഇറക്കി വയ്ക്കും. എന്നിട്ടാണ് ഇത് പൊങ്ങി വരുമ്പം താഴോട്ട് ഇറങ്ങുന്നത്. അത് കമ്പി വയ്ക്കുന്നതും ടയർ ഇടുന്നതൊക്കെ അതിന് മുകളിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെയ്താൽ മതി. ഓൾറെഡി ഞങ്ങളുടെ തൈ ഇത്രയും ഹൈറ്റിൽ ആയി വളർന്നിരിക്കുകയാണ്. കൊണ്ടുവന്ന് നട്ടാൽ മാത്രം മതി, കാരണം നടാൻ ലേറ്റായിപ്പോയി. അപ്പോൾ ഇതാണ് സംഭവം. ഇന്നത്തെ ഞങ്ങളുടെ കൃഷിപ്പണി ഇതൊക്കെയായിരുന്നു. എവിടെന്തുവാ ഞാനമ്മ ബാ 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 പോവാ, താഴെ പോവാ. ഇനി സമയം പോയി, ബാ ജോലിക്ക് പോകണം. ബാ വരുന്നില്ലേ ഞാനുകുട്ടി? വരുന്നില്ലേ? ബാ താഴെ പോവാം. ബാ ഇവിടെ നിന്നാലേ മുതലാവൂല. ഇല്ലേ കുഞ്ഞിനൊന്നും കഴിക്കാൻ തന്നില്ലേ? ഈ പ്ലാസ്റ്റിക് എടുത്ത് വെച്ച് കടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേ ചക്കി, നീ എന്തുവാ പൈപ്പിന്റെ കഷ്ണം എവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് അതെടുത്ത് കടിച്ചുകൊണ്ടിരിക്കുക? എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞ് ഒരു 1.5 വയസ്സാവണം ഈ സ്വഭാവം ഒക്കെ മാറണമെങ്കിൽ. ഇത് മാറത്തില്ല, ഈ പ്ലാസ്റ്റിക് കടിക്കുന്ന സ്വഭാവം എപ്പോഴും മാറത്തില്ല. അത് ജിമ്മിക്ക് ഇപ്പോഴും ഉണ്ട്. അവന് 3.5 വയസ്സ് കഴിഞ്ഞു, എന്നിട്ടും അവനും ആ സ്വഭാവം ഉണ്ട്. അപ്പം പിന്നെ ഇവർക്ക് എങ്ങനെ മാറാനാ? പോട്ടെ ബാ. തുമ്പിയുടെ ഹീറ്റ് പീരീഡും കഴിഞ്ഞു കേട്ടാ. ഇനി ഇവർ രണ്ടേ ഉള്ളു, ജാനു ചക്കി. അത് ഏകദേശം കഴിഞ്ഞു. ഇനി ഈ ആഴ്ച അവസാനത്തോടുകൂടി ഇവരെല്ലാം താഴെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ പയ്യെ ഓരോരുത്തരും സർജറി ചെയ്യണം, അല്ലെങ്കിൽ പാട് ഹാൻഡിൽ ചെയ്യാം. ബാ താഴെ പോകാം. ബാ സൂര്യപ്രകാശത്തിലെ കോഴികൾ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. രാവിലത്തെ ഇളം വെയിലും കൊണ്ട് അവരിങ്ങനെ നിൽക്കുക. അവിടെ അല്ല ആരും മുട്ടയിടുന്നില്ല കേട്ടോ. ഒരു മുട്ടയൊക്കെ കിട്ടുന്നത് പിടക്കോഴികൾ 5-6 കൊണ്ടൊക്കെ ഉണ്ട്. ഒരു കോഴി മുട്ട ഇടും. കാരണം ബാക്കിയെല്ലാവരും വയസ്സായവരാ. ജാക്കി പോവാതെ ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ കാത്തിരിക്കുകയായിരുന്നു. ബാ ഇനി നമുക്ക് താഴെ പോവാം. ബാ പെൺകുട്ടികൾ അവിടെ നിന്നോട്ട്, മക്കളിഞ്ഞ് പോരാ. ബാ കഴുത്തിൽ പറഞ്ഞാൽ എന്താ കഴുത്തിൽ കടിച്ചിരുന്നത്. ആ പെങ്കൊച്ചിനെ രണ്ടും കൂടെ ശരിയാകുമോ? അവള് വിട്ടു കൊടുക്കും. അവള് വിട്ടു കൊടുക്കത്തില്ല. അവള് ഭയങ്കര സാധന. അവളെ ദേഹം നൊന്താ അവള് പിന്നെ വിട്ടു കൊടുക്കത്തില്ല ആര്. ഞങ്ങളുടെ മുറ്റത്ത് കൂടുതലും ചെടികളെക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു പച്ചക്കറി കൃഷിയാണ്. വേണ്ട ചെറുക്കനെ ഉപദ്രവിക്കുന്നുണ്ട. വയറ്റിക്ക് എന്നെ അടി മേടിക്കുക വയറ്റമ്മ. അവനും വിട്ടു കൊടുക്കത്തില്ല. രണ്ടും കണക്ക് തന്നെ കളിക്കുന്നതാ. അവൻ ഓടി, ജീവനം കൊണ്ട് ഓടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ. ഇറങ്ങി